പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിന്റെ അടയാളത്തിൽ ദൈവത്തിന്റെ ശക്തിയാൽ 39-40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ ഓരോ കുടുംബത്തെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിലെ നിന്റെ കയ്യിരിക്കുന്ന എല്ലാ വസ്തുക്കളുടെ പ്രമാണങ്ങൾ കയ്യിലുണ്ടെങ്കിൽ എടുക്കുക, സർട്ടിഫിക്കറ്റുകളുണ്ടെങ്കിൽ എടുക്കുക, എവിടെയും കൊടുക്കാനുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ എടുക്കുക. ദൈവത്തിലെ നീ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ നിന്റെ പാസ്പോർട്ടോ വിസയുടെ കോപ്പിയോ എയർ ടിക്കറ്റോ എന്താണ് നിന്റെ കയ്യിലുള്ളത് ഇപ്പോൾ എടുക്കുക. ദൈവത്തിലെ എവിടെയും കൊടുക്കാനുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ അത് എടുക്കുക. കൃപാസനം മാതാവിനെ കാണിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ഞാനിപ്പോൾ നിന്നെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, സിവിൽ പോയിന്റ് കുറഞ്ഞതിൻ്റെ പേര് ജോലി കിട്ടാത്തവരുണ്ട്, ജപ്തിയാകാൻ പോകുന്നവരുണ്ട്. ആ പത്രങ്ങളെല്ലാം രേഖകളെല്ലാം നിന്റെ നാമത്തിൽ ഞാൻ ആശീർവദിക്കാൻ പോവുകയാണ്. കർത്താവ്, രേഖകൾ കയ്യിലില്ല, പക്ഷെ മനസ്സിൽ ആ രേഖ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇപ്പം എടുക്കാൻ പറ്റാത്ത ആ രേഖ എൻ്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച് വിഷമിക്കുന്നവരുണ്ട്. കർത്താവേ, ആ രേഖ എവിടെയാണ് ഇരിക്കണത്? അവിടെ നിന്റെ തിരുമുറുവാർന്ന് വലത് കരുത്താൻ ആ രേഖയെ സ്പർശിക്കണമേ. മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ പ്രാർത്ഥിക്കുന്നു. അവരെന്താണ് ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് അത് നിറവേറാൻ കർത്താവ് അനുവദിക്കട്ടെ. കർത്താവ്, ജോലി നഷ്ടപ്പെട്ടു പോരണവരെ, ഉപേക്ഷിച്ച് പോണവരെ, ആ രാജ്യത്ത് ജീവിക്കാൻ പറ്റാതെ പോണവരെ, പരീക്ഷയെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന മക്കളെ, പരീക്ഷയുടെ ഹോൾ ടിക്കറ്റ് കയ്യിലുണ്ടെങ്കിൽ മക്കൾ എടുക്കുക. അല്ലെങ്കിൽ നിങ്ങളത് മനസ്സിൽ ഓർക്കുക. പഠിക്കാൻ പറ്റാത്ത വിഷയങ്ങളുണ്ടെങ്കിൽ ലാപ്ടോപ്പ് എടുത്ത് കയ്യിൽ വെക്കുക. അച്ഛനായി ഈ നിമിഷം ആശീർവദിക്കുന്നു. പഠിക്കാൻ പറ്റാത്ത വിഷയങ്ങളുണ്ട്, ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ മക്കൾ കയ്യിലെടുക്കുക. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ നിൻ്റെ എല്ലാ ജീവിത തടസ്സങ്ങളെയും, നീ ആഴ്ച നേരിടാൻ പോകുന്ന മുഴുവൻ ദോഷങ്ങളെ ഈശോ നാമത്തിൽ ബന്ധിക്കുന്നു. പിതാപുത്രനും പരിശുദ്ധാത്മാവിനെ നീക്കുവാമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി
മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ജോഷുവ 3:15 ഇന്നത്തെ രാവിലെയുള്ള സന്ദേശത്തിൻ്റെ ആദ്യ വചനം. ജോഷുവ 3:15. വാഗ്ദാന പേടകം വഹിച്ചിരുന്നവർ ജോർദാൻ നദീതീരത്തെത്തി. പേടകം വഹിച്ചിരുന്ന പുരോഹിതന്മാരുടെ പാദങ്ങൾ ജലത്തെ സ്പർശിച്ചു. കൊയ്ത്തുകാലം മുഴുവൻ ജോർദാൻ കരകവിഞ്ഞൊഴുകുക പതിവാണ്. വെള്ളത്തിന്റെ ഒഴുക്ക് നിലച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, എപ്പോഴും ഉടമ്പടി ജീവിതം, പരിശുദ്ധ അമ്മയുടെ ജീവിതം, അതുപോലെ തന്നെ നമ്മൾ ഏറ്റെടുക്കുന്ന ഒരു ജീവിതമാണ്. പരിശുദ്ധ അമ്മയുടെ ജീവിതം, ശരിക്കും പരിശുദ്ധ അമ്മയെ നമ്മൾ വിളിക്കുന്നത് വാഗ്ദാന പേടകമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെന്ന്. അമ്മ എങ്ങനെയാണ് വാഗ്ദാന പേടകമായതെന്ന് നമുക്കറിയാം. വാഗ്ദാന പേടകത്തിന് ഒരു സിമ്പിൾ ഇക്വേഷനാണ് ഉള്ളത്. എന്താണ് അത്? ബൈബിളിൻ്റെ പൊതുവായ വെളിപാടിൻ്റെ ഒരു സമവാക്യമാണ്. അതെന്താണ്? കർത്താവിൻ്റെ വചനം, കർത്താവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അതനുസരിച്ച് ജീവിക്കുക. അതാണ് അമ്മ പറഞ്ഞത്. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിലാവട്ടെ. ലൂക്ക 1:38. മറിയം പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അമ്മ ദൈവത്തിന്റെ വാക്ക് നിറവേറ്റുമ്പോഴാണ് നമ്മൾ വാഗ്ദാന പേടകം ആകുന്നത്. അപ്പൊ ദൈവത്തിന്റെ പേടകമാകും, ദൈവത്തെ വഹിക്കുന്ന ആളാകും. ദൈവത്തിന് കൈയും കാലും കൊടുക്കുന്ന ഒരു പരിപാടിയാണിത്. അപ്പൊ ദൈവത്തിന് കൈയും കാലും കൊടുക്കുന്ന പുരോഹിതൻ എന്ത് ചെയ്ത്? ജോർദാൻ നദി ഇറങ്ങിയപ്പോൾ ജലം വറ്റി മാറി. നമ്മുടെ മുമ്പിൽ പതിവ് പോലെ ഉള്ള പതിവ് ദുഃഖങ്ങളുണ്ട്, പരമ്പരാഗത ദുഃഖങ്ങളും പതിവ് ദുഃഖങ്ങളും. ഓരോരോ മനുഷ്യൻ ഓരോരോ കാലാവസ്ഥയിൽ കടന്നു പോകുമ്പോൾ അനുഭവിക്കുന്ന പതിവ് ദുഃഖങ്ങളും. ഇപ്പം മരണമായാലും കടമായാലും ജപ്തിയായാലും ജോലിയില്ലാതെ അലയുന്ന അവസ്ഥയായാലും വിവാഹം താമസിക്കുന്ന അവസ്ഥയായാലും ഇതെല്ലാം പരമ്പരാഗതമായ ഒരു മനുഷ്യൻ അനുഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന പതിവ് ദുഃഖങ്ങളുണ്ട്. ഇത് അതിജീവിക്കാൻ കഴിയുന്നതാണ്. അതിന് ബൈബിൾ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ വാഗ്ദാന പേടകമാണ്. എന്താണ്? അവൻ പറയണത് പോലെ ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ആരാകും? ദൈവത്തിൻ്റെ സംവാഹകരായിട്ട് മാറും. അപ്പം നമ്മളായിരിക്കത്തില്ല നദി കടക്കണത്, ദൈവമായിരിക്കും. അതുകൊണ്ടാണ് ഐശയ്യ 43:2 പറയണില്ലേ, സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ. സമുദ്രത്തിലൂടെ കടന്ന് വാഗ്ദാന പേടകമായ ദൈവത്തെ വചനം പാലിച്ചുകൊണ്ട് സമുദ്രത്തിലൂടെയാണ്, കടവര ദുഃഖങ്ങളിലൂടെയാണ് ഒരു മനുഷ്യൻ കടന്നു പോകുന്നതെങ്കിലും ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ദൈവം നമ്മോട് കൂടെയുണ്ട്. നദികൾ കടക്കുമ്പോൾ ദൈവം നമ്മുടെ കൂടെ ഉണ്ടാക്കാനുള്ള ഒരു സൂത്രവാക്യമാണ് ശരിക്കും പറഞ്ഞാൽ ഉടമ്പടി എന്ന് പറയണത്. നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല. അപ്പം മറ്റ് കടങ്ങളായാലും മറ്റ് ഭവിഷ്യത്തും പരാരാബ്ധങ്ങളായാലും നമ്മൾ മുക്കിക്കളയാതിരിക്കാനുള്ള ഒരു ദൈവിക നടപടിക്രമമാണ് ഉടമ്പടി. അപ്പം നീ ഉടമ്പടിയിലാണെങ്കിൽ
അല്ലെങ്കിൽ ഉടമ്പടിയിൽ ആകാൻ നോക്കുക. ഉടമ്പടിയിലാണെങ്കിൽ ആ ചൈതന്യത്തെ വർത്തി. കസ്റ്റമർ എന്ന് പറയുന്നത് എന്താണ്? ഇപ്പം നമ്മൾ കടയിൽ ചെല്ലുമ്പോൾ നമുക്ക് കസ്റ്റമറായി. നമ്മൾ കടയിൽ ചെന്ന് സാധനം വാങ്ങിക്കുന്ന ആൾക്കാരല്ലേ? കടയിൽ ചെന്ന് സാധനം വാങ്ങിക്കുന്നവർ എന്താ പറയണത്? കസ്റ്റമർ എന്നാണ് പറയണത്, ഉപഭോക്താവ്. പല വിശ്വാസികളുടെ പ്രാർത്ഥനയും ഉപഭോക്താക്കളുടെ പ്രാർത്ഥനയാണ്. എല്ലാം പിടികിട്ടണോണ്ടാ. നമ്മുടെ പ്രാർത്ഥനയുടെ ഡിസൈൻ പരിശോധിച്ചാൽ അത് ഫെയ്ത്ത്ഫുള്ളിൻ്റെ പ്രാർത്ഥനയല്ല, വിശ്വാസിയുടെ പ്രാർത്ഥനയല്ല, ഉപഭോക്താവിൻ്റെ പ്രാർത്ഥനയാണ്. ഇതൊരു ഡേഞ്ചറസ് ട്രൂത്താണ്, ദുരന്ത സത്യം. എന്താണ് അപകടകരമായ സത്യം? പല വിശ്വാസികളുടെ പ്രാർത്ഥനയും പരിശുദ്ധാത്മാവ് എന്താ ഇപ്പോൾ പറയണത്? അത് കസ്റ്റമൈസ് പ്രെയർ ആണെന്ന്. ഉപഭോക്താവിൻ്റെ പ്രാർത്ഥന. വസ്തു വിറ്റിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാനല്ലേ? ബ്യൂട്ടി പാർലർ നടത്തി ലാഭം ഉണ്ടാക്കിയിട്ട് നമുക്ക് ഉപയോഗിക്കാനല്ലേ? ഇതൊന്നും വേണ്ടെന്നല്ല. ഇതൊന്നും വേണ്ടെന്നല്ലെന്ന് ഈശോ ആദ്യമേ പറയുന്നുണ്ട്. എന്ത് രസമാണെന്ന് ഈശോ. ഇതൊന്നും വേണ്ടെന്നല്ല. പിന്നെ എന്താണ്? പ്രയോറിറ്റി ചേഞ്ച് ചെയ്യണമെന്നാണ് പറയണതെന്ന്. കർത്താവ് എന്താ പറയണത്? ഇതൊന്നും വേണ്ടെന്നല്ല. നിങ്ങളുടെ മക്കൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കണം, നിങ്ങളുടെ മക്കൾ 1ാം ക്ലാസ് ഇൻ്റർനാഷണൽ ലെവലിൽ ഉയർന്ന ഉദ്യോഗം ഉണ്ടാകണം. ദാറ്റ്സ് ഓക്കെ. ഇതൊന്നും വേണ്ടെന്നല്ല, ഇതൊന്നും വേണ്ടെന്നല്ല. പിന്നെ എന്താണ്? ആദ്യം നിങ്ങൾ ദൈവത്തിന് പ്രാധാന്യം കൊടുക്കണം. ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന്. അതായത് ഇതൊന്നും വേണ്ടെന്നല്ല. പക്ഷേ അപ്പോൾ നിങ്ങൾ ഓർക്കുകയെ ആത്മീയത തലക്കടിച്ച് കഴിഞ്ഞാൽ ഇതൊന്നും വേണ്ടെന്നല്ല. അങ്ങനെയല്ല, ഇതൊന്നും വേണ്ടെന്നല്ല എന്നല്ല പറഞ്ഞിരിക്കും. ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണ്. വീട്, ജോലി, വിവാഹം, വാഹനം, മാന്യമായ ജീവിതം, ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്നാണ് ഈശോ പറഞ്ഞത്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ. മത്തായി 6:32-33. മത്തായി 6:32-33. നിങ്ങൾക്കിവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു. പിതാവ് പിച്ചാലിൽ നിന്ന് മാറുന്നില്ല. കണ്ടോ? നോക്കിയ പ്രാർത്ഥന വന്നു കഴിഞ്ഞാൽ പിതാവ് പിച്ചാലിൽ നിന്ന് മാറത്തില്ല. പിന്നെ പിതാവ് വന്നിരിക്കണേ. ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നു. പിന്നെന്താ? നിങ്ങൾ ആദ്യം പ്രയോറിറ്റി അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക. അപ്പോൾ ആദ്യം എന്ന് പറയുമ്പോൾ തന്നെ ഈ വിഷയം എന്താ പ്രശ്നം വെച്ചാല്, ഇപ്പൊ ഈ പ്രാർത്ഥനയ്ക്ക് ഒരു ചേഞ്ച് വന്നിട്ടുണ്ട് ഇവിടെ. എന്താ പറഞ്ഞത്? ഈശോ എന്താ പറഞ്ഞത്? പിതാവേ, സാധ്യമെങ്കിൽ ഈ പാനപാത്രം കടന്നു പോകട്ടെ എന്ന് പറഞ്ഞിട്ട് അവസാനമാണ് ചേർത്തിരിക്കണത്. എന്താണ് ചേർത്തിരിക്കണത്? എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടമെന്നാണ്. പക്ഷേ ഈശോ ഇപ്പോൾ പഠിപ്പിച്ചിരിക്കണത് എന്താണ്? അത് അവസാനം ചേർക്കാനുള്ളതല്ല, പിതാവിൻ്റെ കണ്ടൻറ്റ് ആദ്യമേ ചേർത്ത് വിടണമെന്ന്. മനസ്സിലായില്ലേ? പിതാവിൻ്റെ കണ്ടൻറ്റ്, പിതാവ് ആകർഷിക്കുന്ന എൻ്റെ പിതാവിനെ ആകർഷിക്കാതെ ആർക്കും എൻ്റെ അടുത്ത് വരാൻ പറ്റത്തില്ല. ഇപ്പം പിതാവ് ആകർഷിക്കുന്ന കണ്ടൻറ്റ് പ്രാർത്ഥനയുടെ അവസാനം ചേർക്കാനുള്ളതല്ല. പിന്നെന്ത് ചെയ്യണം? ആദ്യമേ ചേർത്ത് വിടണം. അതാണ് മത്തായി 6:33. അതാണ് ആദ്യമേ ചേർക്കണം. എനിക്ക് തോന്നുന്നത് അതാണ് കുറച്ചുകൂടി വെൽത്തി എന്ന് തോന്നണം. ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു മോളെന്നോട് അച്ഛാ, ഒരു പയ്യനുമായിട്ട് കണക്റ്റഡാണ് എന്ന് പറഞ്ഞ്. പക്ഷേ എനിക്ക് അയാൾക്ക് നാട്ടിൽ ജീവിക്കണം എന്നാണ് പറയുന്നത്. എനിക്ക് യൂറോപ്പിൽ പോകണമെന്നാണ് ഞാൻ പഠിച്ചാൽ. പിന്നെ ഞാൻ പഠിച്ചൊക്കെ വെള്ളത്തിലാകും. അപ്പോൾ അച്ഛൻ എന്ത് പറയണമെന്ന് പറയും. അപ്പോൾ ഞാൻ എന്ത് പറയണമെന്ന് ചോദിക്കുന്നത് ഒരു യൂസ്ലെസ് ക്വസ്റ്റ്യനാണ് ശരിക്കും പറഞ്ഞാൽ. എന്നാലും അതിൻ്റെ അർത്ഥം അവളെ അത്ര റിലേഷനിലല്ല. ഞാൻ ചോദിച്ചു, നീ എന്നോട് സീരിയസ് ആയിട്ടാണ് ചോദിക്കണമെന്ന് ചോദിച്ചു. സീരിയസ് ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൾ സീരിയസ് ആണെന്ന് പറഞ്ഞു. സീരിയസ് ആണെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, സീരിയസ് ആണെങ്കിൽ പിന്നെ ഉത്തരം തീർന്നല്ല. അങ്ങനെ ഒരു ചോദ്യത്തിന് ചാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നീ നിൻ്റെ വഴിക്ക് പോകാമല്ലോ നിനക്ക്. പിന്നെ എന്താ പ്രശ്നം? പിന്നെ എന്നോട് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ ഒരു ചോദ്യം ചാൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ നീ അവൻ്റെ കൂടെ കെട്ടി ഇവിടെ പുറക്കേണ്ടി വരും. അങ്ങനെ ഒരു ചാൻസ് ഉണ്ടെങ്കിൽ നീ തന്നെ നിൻ്റെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഞാൻ മെസ്സേജ് എടുക്കേണ്ട കാര്യമില്ല. എൻ്റെ വിഷയത്തിന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വിഷയം എടുക്കുമ്പോഴും നമ്മൾ അവിടെ ആദ്യമേ, ഞാൻ എപ്പോഴും നിങ്ങളോട് എന്തുകൊണ്ടാണ് ഈ മിനിമം പരിശുദ്ധാത്മയെ കുറിച്ച് പറയണത്? മിനിമം പരിശുദ്ധാത്മ. അപ്പം നിങ്ങൾ ഇപ്പം നോൺ ക്രിസ്ത്യൻസൊക്കെ ഇതിനകത്ത് ഒത്തിരി പേരിരിപ്പുണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കുക അച്ഛൻ ക്രിസ്ത്യൻസിനെ കുറിച്ച് സംസാരിക്കണം. അങ്ങനെയൊന്നുമല്ല.
നിങ്ങൾ വിശുദ്ധിയോടുകൂടി ഈ ക്രിസ്തുവിനെ നാഥൻ രക്ഷകനോ എത്തി പറഞ്ഞുകൊണ്ട് പ്രേയറിലാണ് നിങ്ങൾ ജീവിക്കണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ പ്രവർത്തിക്കും. പക്ഷേ നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ എപ്പോഴും ഓർക്കുമ്പോൾ ദൈവത്തെ ഭൗതിക ആനുകൂല്യങ്ങൾ അടിച്ചു മാറ്റാൻ വേണ്ടിയുള്ള ഒരു യന്ത്രമായിട്ട് നമ്മൾ കാണരുത്. അങ്ങനെ വരുമ്പോൾ വിഷയമുണ്ടാവും. കാര്യം ഇത് കഴിഞ്ഞെന്ത് എന്നുള്ളതാണ് ദൈവദൃശ്യത്തിന് നിങ്ങൾ പറയേണ്ട സത്യവാങ്മൂലം. ഒരു പ്രാർത്ഥിക്കുന്ന വ്യക്തി ദൈവത്തിനൊരു സത്യവാങ്മൂലം എഴുതി കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. ഇത് കഴിഞ്ഞെന്ത് എന്ന് നിങ്ങൾ എഴുതി കൊടുത്തില്ലെങ്കിലും അതൊരു കോപ്പിയായിട്ട് ദൈവത്തിൻ്റെ ദൃശ്യനിധി ഉണ്ടാകും. അവിടെയാണ് ഈ പണി നടക്കാൻ പോണത്. പ്രാർത്ഥനയുടെ വ്യക്തി ഇപ്പോഴത്തെ പ്രാർത്ഥനാകാലം കഴിഞ്ഞ് വസ്തു വിറ്റ് കഴിഞ്ഞ് മകളെ കെട്ടിച്ച് കഴിഞ്ഞ് നീ സ്നേഹിക്കുന്ന ആളെ കല്യാണം കഴിച്ചു കഴിഞ്ഞ് വീട് വെച്ച് കഴിഞ്ഞ് നീ പിന്നെ എന്ത് ചെയ്യും? പിന്നെ എന്താണ് നീ? അതേക്കുറിച്ച് സത്യവാങ്മൂലം എഴുതി കൊടുക്കണം. അതാണ് വിഷയം. അവിടെ വെച്ച് ബബബ ജപ എന്ന് പറയും. എന്താ കാര്യം? സത്യവാങ്മൂലത്ത് മുഴുവൻ പിശാചിൻ്റെ കാര്യമായിരിക്കും എഴുതണത്. പിന്നെ നീ കൊണ്ട് ദൈവത്തിന് നീ ഉടമ്പടിക്കാലത്തിന് ശേഷം ബാക്കിയുള്ള നിൻ്റെ ജീവിതത്തെക്കുറിച്ച് സത്യവാങ്മൂലം എഴുതി കൊടുക്കുകയാണെങ്കിൽ സംഗതി എളുപ്പം നടക്കും. ഇപ്പം ഇവിടുത്തെ അരക്കൈ നൂലിൻ്റെ പെസകെന്ന് പറഞ്ഞാൽ എന്താണ്? ഇതെല്ലാം നേടിയതിന് ശേഷം നിൻ്റെ ഒരു നിപ്പ് ദൈവത്തിന് അറിയാം. ദൈവമായിട്ടൊരു ബന്ധവുമില്ലാത്തൊരു നിപ്പായിരിക്കും. അതുകൊണ്ട് നേരത്തെ ഒരു സത്യവാങ്മൂലം എഴുതി കൊടുക്കുകയാണെങ്കിൽ കർത്താവേ അങ്ങനെ അനുഗ്രഹിച്ച് ഈ കണ്ണീരിൻ്റെ കാലത്ത് എന്നെ കരകയറ്റി വിട്ട ഞാൻ പിന്നെ നിന്നെ പിരിയത്തില്ല. അതാണ് വിഷയം. ഒന്ന് ശ്രുതിക്കട്ടെ മക്കളെ, ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സാക്ഷികളിലൂടെ ഞങ്ങളോട് സംസാരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നല്ല, രണ്ടല്ല, മൂന്നാമത്തെ കുഞ്ഞുമാകാറായിരിക്കുന്നു. മൂന്നാമത്തെ കുഞ്ഞ് ആകാറായി. പുതിയ സ്ഥലം വീട് കണ്ടുപിടിച്ചു, വീട് വാങ്ങിച്ചു. ആ കുഞ്ഞിനെയും കൊണ്ടാണ് ആ വീട്ടിലവർ താമസം ഉറപ്പിച്ചത്. ദൈവമാതാവിൻ്റെ അത്ഭുതകരമായ ഒരു പ്രവൃത്തിയായിട്ട് ഞാനിത് കാണുന്നു. അടുത്തതായിട്ട് എൻ്റെ സഹോദരി ഭർത്താവ് മരിച്ചുപോയി. ഒരു മകളെ കല്യാണം കഴിച്ചയച്ചു. മകന് MCom ബിരുദം എടുത്തു. അപ്പോൾ കഴിഞ്ഞപ്പോഴത്തേക്കും അവന് അക്കൗണ്ടിങ് KPMG ജോലിയുണ്ട്. അവന് പോകാൻ മടി. ഉടനെ അവൻ B.Ed പോയി. അങ്ങനെ MCom വിത്ത് B.Ed ആയി. എന്താണേലും ശരി, 2 വർഷത്തെ B.Ed കോഴ്സ് പാസ്സായി വന്നു. യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ എയ്ഡഡ് സ്കൂളിൽ അവന് നിയമനം ലഭിച്ചു. ഇതെല്ലാം അമ്മ മാതാവിൻ്റെ അത്ഭുതകരമായ ഇടപെടലാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈശോയ്ക്കും മാതാവിനും നന്ദി. എൻ്റെ പേര് മെർലിൻ. ഞാൻ കോട്ടയത്തു നിന്നാണ് വരുന്നത്. എൻ്റെ അമ്മയാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത്. നവംബർ 13, 2019 അമ്മയുടെ ഉടമ്പടി എടുക്കുന്നത്. അതിൽ അമ്മ ഉടമ്പടിയിൽ വെച്ച പ്രധാനപ്പെട്ട 2 കാര്യങ്ങളായിരുന്നു. എനിക്കൊരു ജോലി ലഭിക്കുക, പിന്നെ ഞങ്ങൾക്ക് ഒരു ഭവനം ഉണ്ടാവുക. അതിൽ ഞാൻ അമ്മയുടെ കൂടെ ഇവിടെ ഉടമ്പടി എടുക്കാൻ വരുന്ന സമയത്ത് പഠിക്കുകയായിരുന്നു. BCom ഡിഗ്രി കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് എറണാകുളത്തൊരു കോഴ്സ് ചെയ്യുമായിരുന്നു. ആ സമയത്താണ് ഞാൻ ഇവിടെ വരുന്നത്. അപ്പം പഠിച്ചിറങ്ങി ഉടനെ തന്നെ ഒരു ജോലി ലഭിക്കണമെന്നായിരുന്നു അമ്മ വെച്ച ആദ്യത്തെ ഒരിത് ഉടമ്പടിയിൽ. അതിനുശേഷം 2020 നവംബർ 22 എനിക്ക് ഒരു ഹോസ്പിറ്റലിൽ അക്കൗണ്ടൻ്റായിട്ട് ജോലി ലഭിച്ചു. പക്ഷേ അതിൽ അത്ഭുതമായിട്ടുള്ള കാര്യം, അവർ വിളിച്ച ഇൻ്റർവ്യൂവിൽ ഞാൻ ആ ഒരു ഹോസ്പിറ്റലിൽ ഇൻ്റർവ്യൂവിന് അപ്ലൈ പോലും ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ എങ്ങനെയാണ് അവർ എന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചതെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ആ സമയത്ത് ഞാൻ ഇൻ്റർവ്യൂവിന് പോവുകയും അമ്മ എൻ്റെ ഈ മാതാവിൻ്റെ ഒരു രൂപം ഉണ്ടായിരുന്നു. അതിനായിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂവിന് കയറിയത്. ആദ്യം കയറിയത് ഞാനായിരുന്നു. അത് കയറി ഫസ്റ്റ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അവർ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും എനിക്ക് ഉത്തരം പറയാൻ സാധിച്ചു. അതിനുശേഷം പിറ്റേ ദിവസം എനിക്ക് ഒരു കോള് വന്നു, നിങ്ങൾ സെലക്റ്റായി എന്നും പറഞ്ഞിട്ട്. അത് മാതാവിൻ്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ടാണ്. കാരണം എങ്ങനെയാണ് നീ ആ ഇൻ്റർവ്യൂവിന് ഞാൻ പോയതെന്നോ എങ്ങനെയാണ് ഉത്തരങ്ങൾ പറഞ്ഞതെന്നോ എനിക്കറിയത്തില്ല. അതിനുശേഷം
എൻ്റെ അച്ചാച്ചൻ എന്ന് പറയുന്നത് ടാപ്പിംഗ് തൊഴിലാളിയാണ്. അതുകൊണ്ട് വീട്ടിൽ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഞങ്ങൾ വാടകയ്ക്കാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങൾ 17 വർഷത്തോളമായിട്ട് വാടകയ്ക്കാണ് താമസിക്കുന്നത്. ഇപ്പോഴും വാടകയ്ക്ക് തന്നെയാണ് താമസിക്കുന്നത്. അവിടെ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ ശമ്പളം കൊണ്ട് വാടകയ്ക്കോ അച്ചാച്ചൻ്റെ ദിവസ വരുമാനം കൊണ്ടാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നത്. അപ്പം എനിക്ക് വാടക മാത്രം കൊടുക്കാൻ വീട്ടിൽ സാധിച്ചിരുന്നുള്ളൂ. ആ സമയത്ത് ഞങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് എനിക്ക് നല്ലൊരു ജോലി, പുറത്തോട്ടൊരു ജോലി കിട്ടുക എന്നൊരു മാർഗം മാത്രമേ ഉള്ളൂ. എന്നാലേ എനിക്ക് എൻ്റെ കുടുംബത്തിനെ രക്ഷിക്കാൻ പറ്റത്തുള്ളായിരുന്നു. അങ്ങനെ അമ്മ ഉടമ്പടിയിൽ വെച്ചിരുന്നൊരു സ്ഥലമാണ് എനിക്ക് ഷാർജയിൽ ജോലി കിട്ടുക എന്നുള്ളത്. അപ്പം ഒരു ദിവസം എൻ്റെ ഫാമിലിയിൽ തന്നെ ഒരു ആൻറ്റി വഴി എനിക്ക് ഷാർജയിൽ ഒരു ജോലി ലഭിച്ചു. അവർ വിളിച്ചു, ഇങ്ങനെ ഒരു ജോലിയുണ്ട്, അക്കൗണ്ടൻ്റായിട്ടാണ്, നിങ്ങൾക്ക് വരാൻ പറ്റുമോ എന്ന് തന്നെ എന്നോട് ചോദിച്ചു. ഞാൻ ആ സമയത്ത് തന്നെ പറഞ്ഞു എനിക്ക് വരാം, കാരണം എനിക്ക് പോയില്ലെങ്കിൽ എനിക്ക് എൻ്റെ കുടുംബത്തെ രക്ഷിക്കാൻ പറ്റത്തില്ല. അത് മാതാവ് തന്ന വലിയൊരു ഇതാണ്. കാരണം എൻ്റെ അമ്മ വെച്ച അതേ സ്ഥലത്ത് തന്നെ മാതാവ് എനിക്കൊരു ജോലി തന്നു. ഇപ്പം ഞാൻ 1 വർഷമായിട്ട് ഷാർജയിലാണ് വർക്ക് ചെയ്യുന്നത്. എനിക്ക് അത്യാവശ്യം നല്ലൊരു സാലറി തന്നെ അതിൽ നിന്ന് ലഭിക്കുന്നുണ്ട് ഈ ജോലിയിൽ നിന്ന്. അതുകൊണ്ട് മറ്റുള്ളവരെ എനിക്ക് പറ്റുന്ന പോലെ രീതിയിൽ സഹായിക്കാനും മാതാവ് അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ രണ്ടാമത് ഞങ്ങളുടെ ജീവിതത്തിൽ നടന്ന ഏറ്റവും വലിയൊരു അത്ഭുതമാണ് ഞങ്ങളുടെ ഭവനത്തിൻ്റെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ 17 വർഷമായിട്ട് വാടകയ്ക്കാണ് താമസിക്കുന്നത്. അപ്പം ഞങ്ങൾ താമസിക്കുന്ന കോട്ടയത്താണെങ്കിലും എരുമേലിയിലാണ് ഞങ്ങൾക്ക് കുറച്ച് സ്ഥലവും അതുപോലെ തന്നെ വീട് പണിതുകൊണ്ടിരിക്കുമായിരുന്നു. ഞങ്ങൾ വീട് പകുതിയായി ലോൺ എടുത്തു, 4-5 ലക്ഷം രൂപ ലോൺ എടുത്തു, തീർന്നില്ല പകുതി പണിയും. എന്തൊക്കെയോ പല തടസ്സങ്ങൾ കാരണം തീരാൻ പറ്റിയില്ല. അതിൻ്റെ ഇടയ്ക്കാണ് ഞങ്ങളുടെ വീടിൻ്റെ അവിടെ പാറമടയുടെ ഇഷ്യൂ വന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ആ വീട് മുന്നോട്ട് പണിയാനോ അതുപോലെ തന്നെ അതിൽ താമസിക്കാനും ഞങ്ങൾക്ക് പറ്റുന്നില്ല. കാരണം പാറമട പല പ്രശ്നങ്ങളും അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാവരും പറഞ്ഞു, നിങ്ങളത് വിറ്റിട്ട് പോകുന്നതായിരിക്കും നല്ലത്, അവിടെ താമസിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളുടെ മുന്നിലൊരു മാർഗമെന്ന് വെച്ചാൽ ഈ പാറമടയുടെ ഓണേഴ്സ് തന്നെ ഇത് ഞങ്ങളുടെ നിന്ന് എടുക്കണം, അല്ലാതെ ഞങ്ങൾക്ക് വേറെ ഒരു മാർഗ്ഗമില്ല. കാരണം പുറത്തുനിന്ന് ആൾക്കാർ വന്ന് എടുക്കുകയോ ഒന്നും ചെയ്യത്തില്ലത്. അങ്ങനെ ഞങ്ങൾ അവരോട് ചെന്ന് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു പറ്റത്തില്ല, എന്തോന്നാലും സമ്മതിക്കത്തില്ല. കാരണം ഞങ്ങളുടെ ബാക്കിയുള്ള മേലോട്ടുള്ള വീടുകളെല്ലാം അവരെടുത്തു കഴിഞ്ഞു. അപ്പം ഞങ്ങളേ ഉള്ളൂ പിന്നെ. അപ്പോൾ അവർ പറഞ്ഞു പറ്റത്തില്ല, നിങ്ങൾ കേസ് കൊടുത്തോ, എന്ത് വേണമെങ്കിലും ചെയ്തോ, ഞങ്ങൾക്ക് അനുകൂലമായിട്ടേ വരത്തുള്ളൂ. കാരണം അവരൊക്കെ വലിയ വലിയ ആൾക്കാരായിരുന്നുകൊണ്ട് നമുക്ക് അവരോട്ട് തർക്കിക്കാനോ എതിർക്കാനോ ഒന്നും പറ്റത്തില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതോർത്ത് ഒരുപാട് വിഷമിച്ചു. പിന്നെയും ഞങ്ങൾ അവിടെ മുന്നിൽ ചെന്നു, കാല് പിടിച്ചു, എടുക്കണമെന്ന് പറഞ്ഞു. വേറൊരു മാർഗവും ഇല്ല, ഇവർ ഈ വീട് എടുക്കാതെ വേറൊരു മാർഗവും ഇല്ല ഞങ്ങളുടെ മുന്നിൽ. പിന്നെ ഞങ്ങളതോർത്ത് ഒരുപാട് വിഷമിച്ചു. അത് കഴിഞ്ഞ് പിന്നെ അവർ പറഞ്ഞു നോക്കാം, എടുക്കാൻ പറ്റുമോ നോക്കാം, എന്നാലും സെൻറ്റിനൊരു 30,000 കൂടത്തിൽ ഞങ്ങൾക്ക് തരാൻ പറ്റത്തില്ല എന്നൊക്കെ അവർ ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങളതൊക്കെ കേട്ട് ഒരുപാട് വിഷമിച്ചു. കാരണം ആ ഒരു ഏരിയയിൽ ഉൾപ്രദേശമായതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു വീട് മേടിക്കാനുള്ളൊരു പൈസ അതിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടത്തില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം രാവിലെ അമ്മയ്ക്കൊരു കോള് വന്നു. ഇങ്ങനെ പാറമടയിൽ നിന്ന് ഒരു കല്ല് വന്നു ഞങ്ങളുടെ വീടിന് മേളിൽ വീണു. അതിന് 3-4 കിലോ തൂക്കമുള്ളൊരു കല്ല് വന്ന് വീണു, ഷീറ്റൊക്കെ പൊട്ടിയെന്നൊക്കെ പറഞ്ഞിട്ടൊരു കോള് വരുന്നു. അപ്പം അത് മാതാവ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തൊരു എന്തോ ഒരു അനുഗ്രഹമായിട്ട് കാണുന്നു. കാരണം അവർക്കതുകൊണ്ട് ഞങ്ങളുടെ വീട് എടുക്കണം എന്നൊരു നിർബന്ധിത ഇതായി. അങ്ങനെ ഞങ്ങളുടെ തറവാട്ടിൽ ഇതിൻ്റെ ഓണേഴ്സ് വന്നു. ആ സമയത്ത് എൻ്റെ അച്ഛൻ അവിടെ ചെല്ലുന്നു. പക്ഷേ അച്ഛൻ അവിടെ ചെല്ലുന്ന സമയത്ത് അറിയത്തില്ലായിരുന്നു ഇങ്ങനെ അവിടെ ഓണേഴ്സ് ഉണ്ടെന്നും അവിടെ ഇരിപ്പുണ്ടെന്നും ഉള്ള കാര്യം. അങ്ങനെ അവിടെ അവരുമായിട്ട് സംസാരിച്ചു. ഞങ്ങളുടെ വീട് അവർ എടുക്കാമെന്നും സ്ഥലം എടുക്കാമെന്നും അവർ തീരുമാനിച്ചു. അങ്ങനെ
മോശമല്ലാത്തൊരു തുകയിൽ നല്ലൊരു തുകയ്ക്ക് തന്നെ അവർ ഞങ്ങളുടെ വീട് 30,000 പോലും കിട്ടാത്ത സ്ഥലത്ത് ഞങ്ങൾക്ക് 1,30,000 സെൻറ്റിന് വെച്ചിട്ട് അവർ ഇങ്ങോട്ട് തരാമെന്ന് ഞങ്ങളോട് പറഞ്ഞു. അത് മാതാവിൻ്റെയും ഈശോയുടെ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഈശോയ്ക്ക് മാതാവിന് ഒരുപാട് നന്ദി. തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് ലിബി സണ്ണി, തൃശ്ശൂർ കാട്ടൂർ കരാഞ്ചിറ ദേശത്ത് താമസിക്കുന്നു. കരാഞ്ചിറ ഇടവകയിൽ താമസിക്കുന്നു. 2020 ഫെബ്രുവരി 21 ഞാൻ ഉടമ്പടി എടുത്തു. എൻ്റെ നിയോഗങ്ങൾ 6 നിയോഗങ്ങൾ വെച്ചതിൽ ഏറ്റവും അത്യാവശ്യമായി നിയോഗം വെച്ചത് 11 വർഷമായി തളർന്നു കിടന്ന എൻ്റെ ഭർത്താവ് തളർന്നു കിടന്നു. 6-ാം മാസം വീണ്ടും കാലിലെ ബ്ലഡ് സർക്കുലേഷൻ നിലച്ച് കാലിൻ്റെ 5 വിരലുകൾ മുറിക്കേണ്ടി വന്നു. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ആ കാലിൻ്റെ മുറിവ് ഓരോ ദിവസം കെട്ടുമ്പോഴും ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു, മാതാവേ എൻ്റെ ഈ കാല് കെട്ടൽ എന്ന് നിൽക്കും, ഈ മുറിവ് കെട്ടൽ എന്ന് നിൽക്കും, അമ്മ സഹായിക്കണേ, അമ്മ സഹായിക്കണേ എന്ന് മാത്രമാണ് ഈ 20 ഉടമ്പടി എടുത്തപ്പോൾ തൊട്ട് പ്രാർത്ഥിച്ചായിരുന്നത്. അതുവരെയും കാലിൻ്റെ മുറിവ് ഞാൻ കെട്ടിയായിരുന്നു. തളർന്നു കിടന്ന ഭർത്താവ് പതുക്കെ എഴുന്നേറ്റ് മര്യാദയ്ക്ക് നടക്കുവാനും തുടങ്ങിയിരുന്നു. പിന്നെ ഞാൻ ഉടമ്പടി കൊറോണ കാലമായതുകൊണ്ട് പള്ളിയിൽ പോകുവാനോ ഉടമ്പടി പുതുക്കുവാനോ ഒന്നിനും എനിക്ക് സാധിച്ചായിരുന്നില്ല. ഉടമ്പടി പ്രാർത്ഥനകളെല്ലാം ഞാൻ നിർത്തിവെച്ചായിരുന്നു. വീണ്ടും 2022 സെപ്റ്റംബർ 24-ാം തീയതി വീണ്ടും ഞാൻ വീട്ടിലിരുന്ന് പ്രാർത്ഥന മുടങ്ങാതെ എത്തിക്കുകയും 26-ാം തീയതി രാവിലെ ഭർത്താവിനോട് ഞാൻ പറഞ്ഞു, കാലിൻ്റെ മുറിവ് ഉണങ്ങും, 41 വർഷമായി മദ്യപാനവും പുകവലിയും ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, മാതാവിനോട് പ്രാർത്ഥിച്ച് പുകവലി നിർത്തുകയും മദ്യപാനം 1 വർഷം മുമ്പ് നിർത്തിയായിരുന്നു. പുകവലി നിർത്തിയാൽ കാലിൻ്റെ മുറിവ് ഉണങ്ങും, തീർച്ചയായും മാതാവ് നമ്മളെ അനുഗ്രഹിക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ ആൾക്കത് വിശ്വാസം വന്നിരുന്നില്ല. പിന്നെ തന്നെ പിറ്റേ ദിവസം നേരം വെളുത്തപ്പോൾ ആൾ പറഞ്ഞു, ഞാൻ ഇന്ന് തൊട്ട് ഞാൻ ബീഡി വലിക്കില്ല, ഇനി ഒരിക്കലും വലിക്കില്ല മാതാവേ എന്ന് പറഞ്ഞു. 28-ാം തീയതി കാലത്ത് ഉറങ്ങി എണീക്കുമ്പോൾ കാലിലുണ്ടായിരുന്ന മുറിവ് ഒരു തരി പോലും ബാക്കിയില്ലാതെ മാതാവ് തുടച്ചു മാറ്റിയിരുന്നു. മാതാവിന് നന്ദി. കൂടാതെ ആൾ 20 വർഷമായിട്ട് പള്ളി പോവില്ലായിരുന്നു. പള്ളി പോകും,